നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. യാത്രക്കാരില്ലാത്തതിനെ തുടർന്ന് നവകേരള ബസിന്റെ സർവീസ് മുടങ്ങുമ്പോൾ ചർച്ചയാകുന്നത് ഉയർന്ന ടിക്കറ്റ് നിരക്കും രാവിലെയുള്ള യാത്രാ സമയവുമാണ്. വലിയ രീതിയിൽ തന്നെ കൊട്ടിഘോഷിച്ചുകൊണ്ടാണ് നമ്മുടെ നിയമസഭയിലെ മന്ത്രിമാർക്കും മുഖ്യമന്ത്രിക്കും അടക്കം സഞ്ചരിക്കാനായിട്ട് നവകേരള ബസ് കൊണ്ടുവന്നത്. തുടക്കം മുതൽ തന്നെ ഏറെ വിമർശനമായിരുന്നു നവകേരള ബസിന്റെ വരവോടുകൂടി കേരളത്തിൽ ആരംഭിച്ചത്. എന്നാൽ നവകേരള ബസിന്റെ യാത്ര കഴിഞ്ഞാൽ അതിനെ മ്യൂസിയത്തിൽ വെക്കും, അതുവഴി ആളുകൾക്ക് കാണാനും മറ്റും വരുമ്പോൾ അതൊരു ചിലവാകും എന്നൊക്കെ രീതിയിൽ പിന്നീട് അതിനെന്ത് ചെയ്യാം എന്നുള്ള കാര്യങ്ങളിൽ ഒരു പരിഹാരം ഉണ്ടാക്കിക്കൊണ്ട് സഖാക്കൾ തന്നെ രംഗത്ത് വന്നിരുന്നു. എന്നാൽ അതൊന്നും നടന്നില്ല. അവസാനമാണ് നവകേരള ബസ്സിനെ യാത്രയ്ക്കായിട്ട് ഉപയോഗിക്കാം എന്നുള്ള തീരുമാനത്തിൽ എത്തിച്ചത്. ഏതായാലും ഇപ്പോൾ അതും പാളിപ്പോയിരിക്കുകയാണ് എന്നുള്ളതാണ്. കാരണം ഉയർന്ന യാത്രാ നിരക്ക് കാരണം ഇപ്പോൾ ആളുകൾ നവകേരള ബസ്സിൽ കയറുന്നില്ല എന്നാണ് റിപ്പോർട്ടുകൾ. ഗരുഡ പ്രീമിയം ബസ്സായി കോഴിക്കോട് ടു ബംഗളൂരു റൂട്ടിലായിരുന്നു നവകേരള ബസ് സർവീസ് നടത്തുവാനായിട്ട് തീരുമാനിച്ചിരുന്നത്. ചൊവ്വാഴ്ച മുതൽ ബസ് സർവീസ് നടത്തുന്നില്ല എന്നാണ് റിപ്പോർട്ടുകൾ. 5 പേർ മാത്രമാണ് ഈ ദിവസങ്ങളിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തത്. പുലർച്ചെ 4 മണിക്ക് കോഴിക്കോട് നിന്ന് ആരംഭിക്കുന്ന സർവീസ് 11:35 ബാംഗ്ലൂരിലെത്തും വിധമായിരുന്നു ഈ ഒരു ബസിന്റെ ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. തിരികെ ഉച്ചയ്ക്ക് 2:30 ബാംഗ്ലൂരിൽ നിന്നും മടങ്ങുന്ന ബസ് രാത്രി 10 കോഴിക്കോടെത്തും. ബാംഗ്ലൂരിൽ നിന്നും ഈ സമയത്ത് കോഴിക്കോട്ടേക്ക് യാത്രക്കാർ തീരെ കുറവാണ്. യാത്രക്കാർ ഏറെയുള്ള രാത്രിയിൽ സർവീസ് നടത്തിയിരുന്നുവെങ്കിൽ അത് ഗുണകരമായി മാറുമായിരുന്നു. രാത്രിയിൽ കോഴിക്കോട് നിന്ന് ബാംഗ്ലൂരിലേക്കും അവിടെ നിന്ന് രാത്രി തിരിച്ച് കോഴിക്കോട്ടേക്കും ഈ സമയത്ത് ബസ് തീരെ കുറവാണ്. ഇതിനൊപ്പം കോഴിക്കോട് നിന്ന് ബാംഗ്ലൂരിലേക്ക് ബസ് നിശ്ചയിച്ചത് വലിയ പിഴവായി. തിരുവനന്തപുരത്ത് നിന്ന് ബാംഗ്ലൂരിലേക്ക് പോകാൻ ബസ്സുകളില്ലാത്ത അവസ്ഥയുമുണ്ട്. ഈ സാഹചര്യത്തിലും കോഴിക്കോട് നിന്ന് ബാംഗ്ലൂരിലേക്ക് സർവീസ് നിശ്ചയിച്ചു. തിരുവനന്തപുരത്ത് നിന്നായിരുന്നുവെങ്കിൽ ഇതിലും കൂടുതൽ പേർ ബസ്സിൽ എത്തുമായിരുന്നു. ഏതായാലും കോഴിക്കോട് നിന്ന് ഈ ബസ്സിൽ ആളെ കിട്ടാത്ത അവസ്ഥയാണ്. ഇനി ഇതും മറ്റു KSRTC ബസ്സുകൾക്കുണ്ടായിരുന്ന പ്രതിസന്ധി പോലെ കട്ടപ്പുറത്താകുമോ എന്നുള്ള ഒരു ചോദ്യമാണ് ഉയരുന്നത്. കാരണം മുഖ്യമന്ത്രി സഞ്ചരിച്ച ബസ്സാണ്, അതുകൊണ്ട് തന്നെ വലിയ തിരക്കായിരിക്കും ബസ്സിലേക്ക് യാത്രക്കാരുടെ എന്നൊക്കെയായിരുന്നു ചില ഇടതുപാളയത്തിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്ന ആരോപണങ്ങളും അതുപോലെ തന്നെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്ന വാദങ്ങളും. എന്നാൽ ഇപ്പോൾ ഒരു യാത്രക്കാരനെ പോലെ അല്ലെങ്കിൽ 5 തികയ്ക്കാൻ പോലും പറ്റാത്തൊരു അവസ്ഥയാണ് ഇപ്പോൾ നവകേരള ബസ്സിനുള്ളത്. ഉയർന്ന നിരക്കായതുകൊണ്ട് മറ്റു സ്റ്റേഷനിൽ നിന്നും ആളും കയറുന്നില്ല. തിങ്കളാഴ്ച സർവീസ് നടത്തിയെങ്കിലും ചുരുങ്ങിയ യാത്രക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 14,000 രൂപയാണ് ബുധനാഴ്ചത്തെ മാത്രം വരുമാനം. ബുക്ക് ചെയ്യാതെ വഴിയിൽ നിന്ന് യാത്രക്കാർ കയറുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും അതുണ്ടായില്ലെന്നും KSRTC അധികൃതർ അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ഞായറാഴ്ച 55,000 രൂപയുടെ വരുമാനമുണ്ടായിരുന്നു. ബസ് സർവീസ് തുടങ്ങിയ ശേഷം യാത്രക്കാർ ഇത്രയും കുറയുന്നത് ആദ്യമായാണ്. വെള്ളിയാഴ്ച ബസ് സർവീസ് നടത്തും. സർവീസ് മുടങ്ങിയ ദിവസങ്ങളിൽ ടിക്കറ്റ് ബുക്ക് ചെയ്ത യാത്രക്കാരെ മറ്റ് ബസ്സുകളിൽ ബാംഗ്ലൂരിലേക്ക് അയക്കുകയായിരുന്നു. മെയ് ആദ്യവാരമാണ് ബസ് സർവീസ് തുടങ്ങിയത്. നഷ്ടമില്ലാതെയാണ് ബസ് ഇതുവരെ സർവീസ് നടത്തിയതെന്നും KSRTC അറിയിച്ചു. മെയ് 5 മുതലാണ് കോഴിക്കോട് ടു ബാംഗ്ലൂരു റൂട്ടിൽ ബസ് സർവീസ് നടത്തിയിരുന്നത്. നവകേരള സദസ്സിന്റെ ഭാഗമായി മുഖ്യമന്ത്രി പിണറായി വിജയനും മറ്റു മന്ത്രിമാരും സഞ്ചരിച്ച ബസ്സായിരുന്നു ഇത്. ആധുനിക രീതിയിൽ AC ഫിറ്റ് ചെയ്ത് ബസ്സിൽ 26 പുഷ് ബാക്ക് സീറ്റുകളാണുള്ളത്. ഭിന്നശേഷിക്കാർ, മുതിർന്ന പൗരന്മാർ തുടങ്ങിയവർക്ക് കയറുന്നതിനായി പ്രത്യേകം തയ്യാറാക്കിയ യാത്രക്കാർക്ക് തന്നെ ഓപ്പറേറ്റ് ചെയ്യാവുന്ന തരത്തിലുള്ള ഹൈഡ്രോളിക് ലിഫ്റ്റും ക്രമീകരിച്ചിരുന്നു. ശുചിമുറി, വാഷ് ബേസിൻ, TV, മ്യൂസിക് സിസ്റ്റം, മൊബൈൽ ചാർജർ സംവിധാനങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ എന്നിട്ടും ഇതിലെ നിരക്കും അതുപോലെ തന്നെ യാത്രാ സമയത്തിലുള്ള ക്രമീകരണവും കാരണം ഇപ്പോഴും യാത്രക്കാർ ഇതിൽ കയറുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് നവകേരള ബസ് ഇത്രയും കോടികൾ മുടക്കിക്കൊണ്ട് കൊണ്ടുവന്ന നവകേരള ബസ്സും നഷ്ടമാണ് സർക്കാർ ഖജനാവിലേക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിൽ നിന്നും വ്യക്തമാവുന്നത്.